വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. അപ്പോൾ ഞാൻ ഇന്ന് ചെന്നൈയിലല്ല, പാലക്കാടാണുള്ളത്. പാലക്കാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ്. അതിലൊന്നാണ് പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ മെനു പൊതിച്ചോറാണ്. ആദ്യം തന്നെ ഇലയെല്ലാം വെട്ടി പറമ്പിലേക്ക് പോയി ഇലയെല്ലാം വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മോര് കറി സെറ്റ്. ഇവിടെ ഇത് അരിപ്പപ്പടമാണ് കേട്ടോ. എൻ്റെ മൂത്ത ചേച്ചി എന്ന് പറയും, ശോഭ ചേച്ചിയുണ്ട്. ശോഭ ചേച്ചി ഉണ്ടാക്കി തന്നതാണ് ഈ അരിപ്പപ്പടം. കൂടാതെ വടുകപ്പുളി നാരങ്ങ, പയറുപ്പേരി, മോരുകറി ഞാൻ ആദ്യം കാണിച്ചു, നെല്ലിക്ക ചമ്മന്തി, നെല്ലിക്കയും തേങ്ങയും കുറച്ച് കാന്താരിമുളകും കൂടെ ഇട്ടിട്ട്, പിന്നെ ഓംലെറ്റ് മസ്റ്റാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. വടുകപ്പുളി നാരങ്ങയും എൻ്റെ ശോഭ ചേച്ചി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് സെറ്റാക്കിയാലോ. ചോറ് വിളമ്പി മോരുകറി തന്നെ ഒഴിച്ചു കൊടുത്തു. കൂടുതൽ ഒഴിച്ചില്ല, വേണ്ടവർക്ക് പിന്നീടായാലും എടുക്കാം, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 പൊതി ഞാൻ ഉണ്ടാക്കി. എൻ്റെ കൂടെ എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്റർ, അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെയുള്ള പൊതിച്ചോറാണ് ഞാനിന്ന് പൊതിയുന്നത്. മോരുകറിയുടെ ഒപ്പം പയർ ഉപ്പേരി ഞാൻ വെച്ചിട്ടുണ്ട്. പയർ ജസ്റ്റ് ഉള്ളി മുളകും കൂടെ ചതച്ച് നല്ലോണം വാട്ടിയെടുത്തതാണ്. ഇതിൻ്റെ കൂടെ ശോഭ ചേച്ചി ഉണ്ടാക്കിയ നെത്തിലി അച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നെല്ലിക്ക ചമ്മന്തി, വടുകപ്പുളി നാരങ്ങ, ഇത്രയും വെച്ചു. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഒരു ഓംലെറ്റും കൂടെ വെക്കാൻ പോവാണ് കേട്ടോ. സെറ്റായി. പപ്പടം വെക്കാൻ പറ്റിയില്ല, കാരണം അരിപ്പപ്പടം ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെക്കേണ്ട, സെപ്പറേറ്റ് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇലയെല്ലാം പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ വായിൽ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ് സങ്കടം. എന്നാലും കുഴപ്പമില്ല. പൊതിഞ്ഞെല്ലാം കഴിഞ്ഞ് കുറച്ച് പണിയെല്ലാം ചെയ്ത്, ഇതെല്ലാം ഉണ്ടാക്കിയ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കഴുകാൻ, അതെല്ലാം കഴുകി വെച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാകും. അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി. കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊതിച്ചോറെല്ലാം ഇവിടെ ഇങ്ങനെ നിരയായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവരവരുടെ പൊതികളെല്ലാം എടുത്ത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാനിവിടെ പൊതിച്ചോറെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുകയായിരുന്നു. ഓൾ സെറ്റ്. ഭയങ്കര സന്തോഷം കേട്ടോ. എന്തോ ഒരു എഫേർട്ടൊക്കെ എടുത്ത് എന്തോ ഒരു കാര്യം ചെയ്ത ഒരു ഫീല്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന്. കുറേ നാളായി. അത് ഇന്നാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കണത് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇല ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇന്ന് വരുന്ന ആ സ്മെല്ലുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. എന്തെല്ലോ ഓർമ്മകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. അടിപൊളിയല്ലേ. അതെല്ലാം ഇങ്ങനെ മിക്സായിട്ട്, അത് വിശന്നിരിക്കുന്ന സമയത്ത് വേണം ഇത് കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ആ രുചി കൂടുക. എന്തൊരു സന്തോഷമെന്നറിയോ ഇതെല്ലാം കഴിക്കുമ്പോൾ. നമ്മൾ എത്ര വലിയ ഹോട്ടലിൽ പോയി എന്ത് കഴിച്ചാലും ഈ ഒരു സ്വാദ് കിട്ടില്ല എന്നുള്ളൊരു ഫീലാണ്. വറുത്ത് വെച്ചിരുന്ന അരിപ്പപ്പടവും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച്, കൂടെ കുറച്ച് കരിങ്ങാലി വെള്ളവും. അപ്പോൾ ഒരുപാട് നാളത്തെ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. ആഗ്രഹവും സാധിച്ചു. പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം നടത്തുന്ന ഒരു എപ്പിസോഡാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം, പറയാതിരിക്കാൻ വയ്യ. നിങ്ങളായിട്ട് ഷെയർ ചെയ്താലും ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ കഴിച്ചൊക്കെ നോക്കി, കഴിച്ചെല്ലാം കഴിഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്. എത്ര പേര് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ എന്നുള്ളത് കോമെൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.